ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഷടാനനം ചന്ദനലേപിതാംഗം മഹോരസം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാദം ബ്രഹ്മണ്യദേവം ശരണം പ്രപദ്യേ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഹരി ഓം. നമുക്ക് ദുർഗാ സപ്തശ്ലോകി ചൊല്ലിയിട്ട് പ്രവേശിക്കാം. ഓം ജ്ഞാനിനാമപി ചേദാംസി ദേവി ഭഗവതി ഹി സാ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷജന്തോഃ സ്വസ്ഥൈ സ്മൃതാ മതിമതീവ ശുഭാം ദദാസി. ദാരിദ്ര്യദുഃഖഭയഹാരിണി കാ ത്വദന്യാ സർവോപകാരകരണായ സദാർദ്രചിത്താ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ
ശരണാഗതദീനാർത്തപരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. സർവസ്വരൂപേ സർവേശേ സർവശക്തിസമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. സർവബാധാപ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മദ്വൈരിവിനാശനം. രോഗാനശേഷാനപഹംസി തുഷ്ടാ രുഷ്ടാ തു കാമാൻ സകലാനഭീഷ്ടാൻ ത്വാമാശ്രിതാനാം ന വിപന്നരാണാം ത്വാമാശ്രിതാ ഹ്യാശ്രയതാം പ്രയാന്തി. ഇതി ശ്രീദുർഗാ സപ്തശ്ലോകീ സമ്പൂർണ. ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഒരിക്കൽ കൂടെ സുസ്വാഗതം. നാരായണ നാരായണ. ഇന്നലെ നമ്മൾ ദേവി മഹാത്മ്യ പാരായണത്തിൻ്റെ ത്രയാംഗങ്ങളിൽ ആദ്യത്തേതായിട്ടുള്ള ദേവീ കവചം എന്ന സ്തോത്രം പാരായണം എങ്ങനെയാണെന്ന് ഒന്ന് സാമാന്യം പറഞ്ഞു തന്നു. ഒരു പ്രാവശ്യം ഞാൻ ചൊല്ലിക്കേൾപ്പിച്ചു. ധ്യാന ശ്ലോകങ്ങളുടെയൊക്കെ സാമാന്യം അർത്ഥം പറഞ്ഞു. ഒന്ന് ഓടിച്ചു പറഞ്ഞേ ഉള്ളൂ. പക്ഷെ ഒരുപാട് പേർക്ക് അത് പറഞ്ഞു കൊടുത്തപ്പോൾ വലിയ സന്തോഷമായിട്ട് ഒരുപാട് റെസ്പോൺസ് ഉണ്ടായിരുന്നു. നമുക്ക് വളരെ സന്തോഷം. എത്രയോ പേര് വളരെ ഭക്തിപൂർവം അത് കേട്ട് എന്തെന്നില്ലാത്ത സന്തോഷമായി, ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത ആനന്ദ കണ്ണുനീരുണ്ടായി, ഞങ്ങളുടെ കണ്ണുനീര് ഒഴുകുകയായിരുന്നു ഭക്തി കൊണ്ട് എന്നൊരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. വളരെ ഹൃദ്യമായി എന്നാണ് പറയുന്നത് എല്ലാവരും. എല്ലാം ദേവിയുടെ മഹിമയാണ്. ദേവിയുടെ മഹിമ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മുടെ ആയിട്ടൊന്നുമില്ല. നമ്മൾ വട്ടപൂജ്യമാണ്. നമ്മളെ നമ്മളാക്കുന്നതൊക്കെ ആ ദേവിയുടെ അനുഗ്രഹങ്ങൾ മാത്രമാണ്, വേറൊന്നുമില്ല. അപ്പോൾ ഒരുപാട് പേർക്കത് വളരെ ഹൃദ്യമായി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്പോൺസ് ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ രാത്രിയൊക്കെ നിറയെ SMS മറ്റേ ഇത് വാട്സപ്പ് മെസ്സേജുകൾ. സന്തോഷം അത് കേൾക്കുമ്പോൾ. ഞാൻ ഓടിച്ചേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ ധ്യാന ശ്ലോകങ്ങൾ ആ ഭാവനയോടുകൂടി ഇനി എല്ലാവരും ചൊല്ലുക, അർത്ഥഭാവനയോടുകൂടി ചൊല്ലുക. അത് കഴിഞ്ഞ് നമ്മൾ വായിച്ചു, ഒന്നും പറഞ്ഞില്ല, പറയാൻ നിന്ന അന്തമില്ല. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് നീങ്ങില്ല. അപ്പോൾ ഓടിച്ച് പറയുക എന്നുള്ളത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. എങ്കിലും നിവൃത്തികേടുകൊണ്ട് നമ്മളിപ്പോൾ നവരാത്രി എന്നൊരു ടാർഗറ്റ് ഉണ്ട്. അതിനു മുമ്പ് ഇത് മുഴുവനായിട്ടൊന്ന് പാരായണം ചെയ്ത് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ഗൈഡൻസ് കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ ധ്യാന ശ്ലോകങ്ങൾ ഒന്നുകൂടെ വായിക്കുക എന്തായാലും. അത് അത്രയും മനോഹരമായിട്ടുള്ള ആ ശ്ലോകങ്ങൾ ഇനിയും എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും മതിയാവുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒന്നുകൂടെ ചൊല്ലിയിട്ട് ആ കവചത്തിൻ്റെ ഒരു സാമാന്യ അർത്ഥം ഓടിച്ചു പറയാം. ഓം നമശ്ചണ്ഡികായൈ അധ ദേവീ കവചം. അസ്യ ശ്രീദേവീ കവചസ്തോത്രമഹാമന്ത്രസ്യ ബ്രഹ്മാ ഋഷിഃ അനുഷ്ഠുപ് ഛന്ദഃ മഹാലക്ഷ്മീർദേവതാ ഹ്രാം ബീജം ഹ്രീം ശക്തിഃ ഹ്രൂം കീലകം ശ്രീമഹാലക്ഷ്മീ പ്രസാദസിദ്ധ്യർത്ഥേ ജപേ വിനിയോഗഃ. ധ്യാനം സൗവർണാംബുജമധ്യകാം ത്രിനയനാം സൗദാമിനി സന്നിഭാം ശംഖം ചക്രവരാഭയം ച ദദതീം ഇന്ദോഃ കലാം ബിഭ്രതീം ഗ്രൈവേയാംഗദഹാരകുണ്ടലധരാം
ആഖണ്ഡലാദ്യൈ സ്തുതാം ധ്യായേദ്വിന്ധ്യനിവാസിനീം ശശിമുഖീം പാർശ്വസ്ഥപഞ്ചാനനാം ശംഖം ചക്രമദോധനുശ്ച ദദതീം വിഭ്രാമിതാം തർജനീം വാമേ ശക്തിമസിം ശരാൻ കലയതീം തിര്യക്തൃശൂലം ഭുജൈഃ സന്നദ്ധാം വിവിധായുധൈഃ പരിവൃതാം മന്ത്രീം കുമാരീജനൈഃ ധ്യായേദിഷ്ടവരപ്രദാം ത്രിനയനാം സിംഹാതിരൂഢാം ശിവാം വാണീപതേർവരവിമോഹിതദുഷ്ടദൈത്യദർപ്പാഹിദഷ്ട മനുജാരികുലാഹിതാനി തച്ഛൃംഗമധ്യനടനേന വിഹന്യമാനാ രക്ഷാം കരോതു മമ സാ ത്രിപുരാധിവാസ ശംഖാസി ചാപ ശരഭിന്നകരാം ത്രിനേത്രാം തിഗ്മേതരാം ശുകലയാ വിലസത്കിരീടാം സിംഹസ്ഥിതാം സസുരസിദ്ധനുതാം ച ദുർഗാം ദൂർവാനിഭാം ദുരിതവർഗഹരാം നമാമി. ഇതാണ് 4 ധ്യാന ശ്ലോകങ്ങൾ. അതിനുശേഷം കവചം വായിച്ചു ഓടിച്ച് ഒന്ന് പറഞ്ഞു പോവാം. അപ്പം ഇവിടെ മാർക്കണ്ഡേയ ഋഷിയാണ് ബ്രഹ്മദേവനോടാണ് ചോദിക്കുന്നത് കവചത്തെക്കുറിച്ച്. ഈ ലോകത്തിൽ പരമരഹസ്യമായിരിക്കുന്നതും എല്ലാ രക്ഷയ്ക്കും യോഗ്യമായിരിക്കുന്നതുമായിട്ടുള്ള ഇന്ന് വരെ ആരാലും പറയപ്പെട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള അത്യപൂർവമായിരിക്കുന്ന ആ ഒരു കാര്യം പിതാമഹ അങ്ങ് പറഞ്ഞു തന്നാലും ഏറ്റവും പ്രധാനമായിട്ടുള്ള സർവരക്ഷാകരം നൃണാം എന്നാണ്. നരന്മാർക്ക് എല്ലാ പ്രകാരത്തിലുള്ള രക്ഷയെയും കൊടുക്കുന്നതായിട്ടുള്ള ആ രഹസ്യമായിരിക്കുന്ന ആ മന്ത്രത്തെ ആരാലും പറയപ്പെടാത്തതും ആർക്കും പറഞ്ഞു കൊടുക്കാത്തതുമായിട്ടുള്ള ആ രഹസ്യത്തെ എനിക്ക് പറഞ്ഞു തന്നാലും തന്മേ ബ്രൂഹി പിതാമഹ എന്ന പിതാമഹനായ ബ്രഹ്മദേവനോട് മാർക്കണ്ഡേയ ഋഷി ചോദിച്ചു എന്നും അതിന് ബ്രഹ്മദേവൻ മറുപടി പറഞ്ഞു എന്നുമാണ്. അല്ലയോ ബ്രാഹ്മണോത്തമ, സർവഭൂതങ്ങൾക്കും ഉപകാരകമായിരിക്കുന്ന ഒരു രഹസ്യമായിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണത്? ദേവ്യാസ്തു കവചം പുണ്യം, ദേവിയുടെ പുണ്യമായ കവചം. തത് ശൃണുഷ്വ മഹാമുനി, അതങ്ങ് കേട്ടോളൂട്ടോ എന്ന് പറഞ്ഞാണ് ആരംഭിച്ചത്. അപ്പൊ ദേവിയുടെ കവചമാണ് ഏറ്റവും പുണ്യമായത്, ഏറ്റവും രഹസ്യമായിട്ടുള്ളതാണ്, എല്ലാ ഭൂതങ്ങൾക്കും ഉപകാരകമായിട്ടുള്ളതുമാണ് എന്നാണ്. സർവഭൂതോപകാരകം. അപ്പൊ പിന്നെ മനുഷ്യന്മാരുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഈ മനുഷ്യന്മാരായിട്ടുള്ള നമ്മളൊക്കെ ഇത് മനസ്സിലാക്കി അത് ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ഉപകാരകമായിട്ടുള്ള കാര്യമാണ്. ലോകത്തിന്റെ മുഴുവൻ നിർമ്മാതാവായിട്ടുള്ള നമ്മുടെയൊക്കെ മുതുമുത്തശ്ശനായിട്ടുള്ള ബ്രഹ്മദേവനാ നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മുടെ വെൽവിഷറാണ് അദ്ദേഹം, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും വെൽവിഷറാണ് അദ്ദേഹം. അപ്പൊ നമുക്ക് വേണ്ടി ആ മുത്തശ്ശന്റെ ഉപദേശം നമുക്ക് സ്വീകരിക്കാം. അദ്ദേഹമാണ് ആദി ഋഷി, ഏറ്റവും വലിയ ഋഷി ബ്രഹ്മദേവനാണ്. അദ്ദേഹത്തിന്റെ വചനങ്ങളാണ്, അദ്ദേഹത്തിന്റെ മുഖത്തു നിന്നാണ് വേദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ബ്രഹ്മദേവനാ പറയുന്നത്. അപ്പോൾ അതിന് അത്രയും ആധികാരികതയോടെ നമ്മൾ അതിനെ സ്വീകരിക്കുക എന്ന് പറയുക. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ദേവിയുടെ ഒരു 9 നാമങ്ങളെ പറയുന്നു, 9 ഭാവങ്ങളെ പറയുന്നു. നമ്മുടെ നവരാത്രി കാലത്ത് ഓരോ ദിവസവും ഈ ഓരോ നാമത്തിൽ പൂജിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട്. ആദ്യത്തെ ദിവസം ഇതിൽ പറയുന്നതായിട്ടുള്ള പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി, കൂഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാദേതി, ഷഷ്ടം കാത്യായനീതി ച, സപ്തമം കാളരാത്രീതി, മഹാഗൗരീതി ചാഷ്ടമം, നവമം സിദ്ധിദാ പ്രോക്ത, നവദുർഗാഃ പ്രകീർത്തിതാഃ. അപ്പോൾ 9 ദുർഗമാരാണ്. ദുർഗയുടെ 9 ഭാവങ്ങൾ, 9 പേരുകൾ. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് ശൈലപുത്രി എന്നും, രണ്ടാമതായി ബ്രഹ്മചാരിണി എന്നും, മൂന്നാമതായി ചന്ദ്രഖണ്ഡ എന്ന പേരിലും,
കൂഷ്മാണ്ഡ എന്ന പേരിൽ 4-മതായിട്ടും സ്കന്ദമാത എന്ന പേരിൽ 5-മതായിട്ടും കാത്യായനി എന്ന പേരിൽ 6-മതും കാളരാത്രി എന്ന 7-മതും മഹാഗൗരി എന്ന 8-മതും സിദ്ധിദാത്രി എന്നും പറയും. സിദ്ധിദ എന്നോ സിദ്ധിദാത്രി എന്നോ രണ്ടും ഒന്ന് തന്നെയാണ്. സിദ്ധിദ എന്ന 9-മതായിട്ടും നവദുർഗാഹ പ്രകീർത്തിതാഹ 9 ദുർഗാഭാവങ്ങളാണിത്, ഇങ്ങനെ പറയപ്പെട്ടിരിക്കണു എന്ന് ബ്രഹ്മദേവൻ തന്നെ മാർക്കണ്ഡേയ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ നാമങ്ങൾ പറഞ്ഞിരിക്കുന്നു ദേവിക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു 9 നാമങ്ങളിൽ 9 ദിവസം പൂജിക്കുന്നതായിട്ടുള്ള സമ്പ്രദായങ്ങൾ ഉണ്ട്. നവരാത്രി കാലത്ത് ഓരോ ദിവസവും ഈ പറഞ്ഞ ക്രമത്തിൽ തന്നെ പൂജിക്കുക എന്നുള്ള ഒരു സമ്പ്രദായം. അതറിയുന്നവർ ആ പ്രകാരം ചെയ്യട്ടെ. നമ്മളെന്തായാലും പാരായണം ചെയ്താൽ മതി, നമുക്കറിയാവുന്നത് പാരായണം. തുടർന്ന് ഏതേത് സന്ദർഭങ്ങളിൽ ഏതേത് ഭാവത്തിലുള്ള ദേവി ഏതേത് ആയുധങ്ങളെ കൊണ്ട് നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അഗ്നിനാദഹ്യമാനസ്തു ശത്രുമദ്യഗതോരണേ വിഷമേ ദുർഗമേ ചൈവ ഭയാർത്താ ശരണം ഗദാഃ ന തേഷാം ജായതേ കിഞ്ചിത് അശുഭം രണസങ്കടേ നാപദം തസ്യ പശ്യാമി ശോകദുഃഖഭയം നഹി യൈസ്തു ഭക്ത്യാ സ്മൃതാ നൂനം തേഷാം ഹൃദ്ദിഃ പ്രജായതേ യേ ത്വാം സ്മരന്തി ദേവേശി രക്ഷസേനാത്ര സംശയഃ. അപ്പോൾ അഗ്നിബാധ കൊണ്ട് ദഹിപ്പിക്കപ്പെടുന്നവനോ, യുദ്ധത്തിൽ ശത്രുക്കളുടെ മധ്യത്തിൽ ഒറ്റയ്ക്ക് പെട്ടുപോയവനോ, വിഷമഘട്ടങ്ങളിലോ ദുർഗമങ്ങളിലോ പ്രവേശിക്കാൻ പറ്റാത്തതായിട്ടുള്ള സ്ഥലങ്ങളിൽ പെടുമ്പോഴോ ഭയാർത്തരായി ദുഃഖിതരായി ദേവിയെ ശരണം പ്രാപിക്കുമ്പോൾ, അതുപോലെ അവർക്ക് തേഷാം കിഞ്ചിത് അശുഭം ന ജായതേ, അവർക്ക് ഒരു തരത്തിലുള്ള അശുഭവും ഉണ്ടാവില്ല. യുദ്ധസങ്കടത്തിലും അവർക്ക് ആപത്തുകൾ ഉണ്ടാവില്ല, ശോക ദുഃഖ ഭയങ്ങൾ അവർക്കുണ്ടാവില്ല എന്ന് പറയുകയാണ്. ആരാണോ ഭക്തിയോടുകൂടി ദേവിയെ സ്മരിക്കുന്നത് അവർക്ക് ഋദ്ധി അഥവാ അഭിവൃദ്ധി ഉണ്ടാകുന്നു, യാതൊരു സംശയവും വേണ്ട. നൂനം, അങ്ങനെയുള്ള ദേവി ആരാണോ നിന്നെ സ്മരിക്കുന്നത് നീ അവരെ രക്ഷിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയണം. ഇവിടെ ബ്രഹ്മദേവൻ തന്നെ പറയണം. പ്രേത സംസ്ഥാതു ചാമുണ്ട വാരാഹി മഹിഷാസന ഐന്ദ്രി ഗജസമാരൂഢ വൈഷ്ണവീ ഗരുഡാസന മാഹേശ്വരി വൃഷാരൂഢ കൗമാരി ശിഖിവാഹന ലക്ഷ്മീ പദ്മാസനാ ദേവി പദ്മഹസ്ത ഹരിപ്രിയ ശ്വേതരൂപധരാ ദേവി ഈശ്വരി വൃഷവാഹന ബ്രാഹ്മീ ഹംസസമാരൂഢ സർവാഭരണഭൂഷിത ഇത്യേതാ മാതരഃ സർവാഃ സർവയോഗസമന്വിതാഃ നാനാഭരണശോഭാഢ്യാഃ നാനാരത്നൈശ്ച ശോഭിതാഃ. അപ്പൊ ഇവിടെ മാതരഹ എന്ന് പറഞ്ഞു. മാതരഹ എന്ന് പറഞ്ഞാൽ മാതൃക്കൾ, സപ്തമാതൃക്കൾ പ്രധാനികളാണ്. നമ്മൾ ശുംഭനിശുംഭ വധം എന്ന ചരിത്രത്തിൽ ദേവിയുടെ ശക്തികൾ ആവിർഭവിക്കുന്നതിനെ കുറിച്ച് കണ്ടു. ചുരുക്കി പറഞ്ഞു അല്ലേ? ബ്രഹ്മാണി, വൈഷ്ണവി, മാഹേശ്വരി, വാരാഹി, നാരസിംഹി, കൗമാരി, ഐന്ദ്രി, ഇങ്ങനെ പേരുകളിൽ 7 പേർ അതാത് ദേവന്മാരുടെ ശരീരത്തെ വിട്ട് ദേവിയെ സഹായിക്കാനായി കൊണ്ടുവന്നു. അതുപോലെ ദേവിയുടെ നെറ്റിയിൽ നിന്നുണ്ടായ കാളി ചാമുണ്ട, അതുപോലെ ശിവദൂതി എന്ന പേരിൽ 9 പേര് മൊത്തത്തിൽ ചണ്ഡികാദേവിയെ സഹായിക്കാൻ ആ യുദ്ധത്തിലുണ്ടായി എന്ന് നമ്മൾ കണ്ടു. അവരൊക്കെ ദേവിയുടെ വിഭൂതികൾ തന്നെയാണ്, ദേവിയുടെ ശക്തികൾ തന്നെയാണ് എന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞു ചണ്ഡികാദേവി, ചാമുണ്ടാദേവി, കാളി, പ്രേതസംസ്ഥാതു ചാമുണ്ട. ഇവിടെ പ്രേതം എന്ന് പറഞ്ഞാൽ ഭൂതപ്രേത പിശാചുക്കളോട് കൂടിയവളായിട്ടുള്ള ചാമുണ്ട എന്നുള്ള അർത്ഥത്തിലെടുക്കാം. സംസ്ഥ എന്ന് പറയുമ്പോൾ ഇരിക്കുന്നവൾ, പ്രേതത്തിൻ്റെ പുറത്തിരിക്കുന്നവൾ, വേതാളത്തിൻ്റെ പുറത്തിരിക്കുന്നവൾ എന്നൊക്കെ അർത്ഥത്തിൽ കാളിയെ വേതാളവാഹിനിയായിട്ട് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രേതത്തിൻ്റെ മുകളിലിരിക്കുന്നവളായിട്ടുള്ള ചാമുണ്ടയും, വാരാഹി എന്ന ദേവി, വരാഹത്തിൻ്റെ ശക്തിയായ വാരാഹി മഹിഷത്തിൻ്റെ പുറത്തിരിക്കുന്നതും, ഐന്ദ്രി എന്ന ശക്തി ഐരാവതത്തിൻ്റെ പുറത്തിരിക്കുന്നതും, വൈഷ്ണവി ഗരുഡവാഹനയായിട്ടും, മാഹേശ്വരി നന്ദിവാഹനയായിട്ടും, കൗമാരി
ശിഖിവാഹന എന്ന് പറഞ്ഞാൽ മയിലാണ് വാഹനം. കുമാരൻ്റെ സുബ്രഹ്മണ്യൻ്റെ വാഹനമായ മയിലിൻ്റെ പുറത്താണ് കൗമാരി ശിഖിവാഹന. ലക്ഷ്മി പദ്മാസന, ലക്ഷ്മീദേവി താമര മുകളിലിരിക്കുന്നവളും പത്മഹസ്തയായി താമര കയ്യിൽ പിടിച്ചുകൊണ്ട് ഹരിപ്രിയയായിട്ടുള്ള ദേവിയും, അതുപോലെ ശ്വേതരൂപധരയായ ഒരു ദേവിയും, വെളുത്ത രൂപത്തിലുള്ളതായിട്ടുള്ള സരസ്വതി ഭാവത്തിൽ ഈശ്വരിയായിട്ട്, ഈശ്വരി വൃഷവാഹന എന്ന് വേറെ പറയുന്നത്, അത് വൃഷവാഹന മഹേശ്വരി തന്നെയാണ്. ബ്രാഹ്മി ഹംസസമാരൂഢ, ആ ബ്രഹ്മാണിയായ ദേവി ആ അരയന്നത്തിൻ്റെ പുറത്തും സർവാഭരണ ഭൂഷിതയായിട്ട് ഇങ്ങനെ ഓരോ ദേവിമാരും ആ മാതരഹ സർവാഹ സർവയോഗ സമന്വിതാഹ, എല്ലാ ഐശ്വര്യങ്ങളോടും കൂടിയവരായി നാനാ ആഭരണങ്ങളും കൊണ്ട് ശോഭിക്കുന്നവരും നാനാ രത്നങ്ങളെ കൊണ്ട് ശോഭിക്കുന്നവരും ആയിട്ട് അവര് ദൃശ്യന്തേ രഥമാരൂഢാഹ ദേവ്യ ക്രോധ സമന്വിതാഹ. എല്ലാവരും യുദ്ധത്തിൽ ക്രോധത്തോടുകൂടി രഥത്തിൽ ആരോഹണം ചെയ്തിരിക്കുന്നത് പോലെയൊക്കെ പല ദേവികളും കാണുന്നു എന്നാണ്. ശംഖം ചക്രം ഗദാം ശക്തിം ഹലം ച മുസലായുധം കേടകം തോമരം ചൈവ പരശും പാശമേവ ച കുന്ദായുധം ത്രിശൂലം ച ശാർങ്കായുധമനുത്തമം ദൈത്യാനാം ദേഹനാശായ ഭക്താനാം അഭയായ ച ധാരയന്ത്യായുധാനിത്തം ദേവാനാം ച ഹിതായ വൈ. കുറെ ആയുധങ്ങളുടെ പേരാ പറഞ്ഞത്. ഈ ആയുധങ്ങളെയൊക്കെ ധരിച്ചുകൊണ്ട് ദേവന്മാരെ രക്ഷിക്കാനും അസുരന്മാരെ നിഗ്രഹിക്കുവാനുമായിക്കൊണ്ട് ആ ദേവിമാരെല്ലാവരും വിഭൂതികൾ എല്ലാവരും തയ്യാറായിരിക്കുന്നു. അങ്ങനെയുള്ള ഓരോ ദേവിമാരെയും പ്രത്യേകം പ്രത്യേകം സ്തുതിക്കുകയാണ്. നമസ്തേസ്തു മഹാരൗദ്രേ മഹാഘോര പരാക്രമേ മഹാബലേ മഹോത്സാഹേ മഹാഭയവിനാശിനി. മഹാരൗദ്രയായ ദേവിക്ക് നമസ്കാരം, മഹാഘോരപരാക്രമയായ ദേവിക്ക് നമസ്കാരം, മഹാബലമുള്ളവളായ ദേവിക്ക് നമസ്കാരം, മഹാ ഉത്സാഹമുള്ളവൾക്ക് നമസ്കാരം, നമ്മുടെ മഹത്തായ ഭയങ്ങളെയെല്ലാം നശിപ്പിക്കുന്നവൾക്ക് നമസ്കാരം. ത്രാഹിമാം ദേവി ദുഷ്പ്രേക്ഷ്യേ ശത്രുണാം ഭയവർദ്ധിനി പ്രാച്യാം രക്ഷതുമാം ഐന്ദ്രീ ആഗ്നേയാം അഗ്നിദേവതാം. ദുഷ്പ്രേക്ഷ്യയാണ് ദേവി, കാണാൻ പോലും സാധിക്കില്ല നമുക്ക്, അത്ര ഭയങ്കരമായിട്ടുള്ള രൂപത്തോടു കൂടിയതായിട്ടുള്ള ദേവി. എന്നെ രക്ഷിച്ചാലും ശത്രുക്കൾക്കൊക്കെ ഭയത്തെ ജനിപ്പിക്കുന്നവളെ. അതുപോലെ കിഴക്ക് ദിക്കിൽ എന്നെ ഐന്ദ്രി രക്ഷിക്കട്ടെ. ഇന്ദ്രന്റെ ദിക്കാണ് കിഴക്ക് ദിക്ക്. അപ്പൊ ഇന്ദ്രന്റെ ശക്തിയായ ഐന്ദ്രി ദേവി പ്രാച്യാം രക്ഷതുമാം. പ്രാചീ എന്ന് പറഞ്ഞാൽ കിഴക്കാണ്. അപ്പൊ കിഴക്ക് ദിക്കിൽ എന്നെ ഐന്ദ്രി രക്ഷിക്കട്ടെ. ആഗ്നേയാം അഗ്നിദേവത. ആഗ്നേയാം എന്ന് പറഞ്ഞാൽ അഗ്നികോണ്. കിഴക്ക് കഴിഞ്ഞാൽ അടുത്ത കിഴക്ക് തെക്കുള്ള കോണിന്റെ പേരാണ് ആഗ്നേയം. അപ്പൊ ആഗ്നേയാം അഗ്നിദേവത, അഗ്നിയുടെ തന്നെ ശക്തിയായിട്ടുള്ള ദേവത എന്നെ രക്ഷിക്കുക. ആ ദേവതയും ആരാണ്? ദേവി തന്നെയാണ്. ദക്ഷിണേ ചൈവ വാരാഹി നൈഋത്യാം ഗഡ്ഗധാരിണി പ്രതീച്യാം വാരുണി രക്ഷേത വായവ്യാം മൃഗവാഹിനി. അപ്പൊ ദക്ഷിണ ദിക്കില്, തെക്ക് ദിക്ക് യമന്റെ ദിക്കാണ്. അവിടെ വാരാഹിയായിരിക്കുന്ന ദണ്ഡധര, ദണ്ഡനാഥയാണ് ദേവി. അപ്പൊ ദണ്ഡധരയായിരിക്കുന്ന വാരാഹി ദേവി എന്നെ തെക്ക് വശത്ത് രക്ഷിക്കട്ടെ. അടുത്ത കോണാണ് തെക്ക് പടിഞ്ഞാറ് നിരുതി കോൺ. ആ നൈഋത്യാം ഗഡ്ഗധാരിണി, വാള് ധരിച്ചിരിക്കുന്ന ദേവി എന്നെ രക്ഷിക്കട്ടെ. പ്രതീച്യാം പടിഞ്ഞാറ് എന്നെ വാരുണി ദേവി രക്ഷിക്കട്ടെ. വരുണന്റെ ശക്തിയാണ് വാരുണി. വായവ്യാം മൃഗവാഹിനി, വായുകോണിൽ എന്നെ മൃഗവാഹിനിയായ ആ വായുവിന്റെ ദേവതയായ ദേവി. മൃഗമെന്നാൽ മാനാണ്. വായുദേവന്റെ വാഹനവും മാനാണ്. അപ്പൊ മാനിന്റെ പുറത്ത് വന്നിരിക്കുന്നതായിട്ടുള്ള ആ മൃഗവാഹിനിയായ ദേവി എന്നെ രക്ഷിക്കട്ടെ. രക്ഷേതുദീച്യാം കൗബേരി ഐശാന്യാം ശൂലധാരിണി ഊർധ്വം ബ്രഹ്മാണി മേ രക്ഷേത് അധസ്താദ് വൈഷ്ണവീ തദാ. ഉദീച്യാം വടക്ക് ദിക്കില് കുബേരശക്തിയായ കൗബേരി ദേവി എന്നെ രക്ഷിക്കട്ടെ. ഈശാന കോണിൽ ശൂലധാരണിയായ ഈശാനി, ഈശാനന്റെ ശക്തിയായ ഈശാനി എന്ന ദേവി ശൂലധാരണിയായിട്ട് ഐശാന്യാം മേ രക്ഷേത്. ഊർധ്വം ബ്രഹ്മാണി മേ രക്ഷേത്. മുകൾ ഭാഗം ബ്രഹ്മദേവന്റെ ദിക്കാണ്. അഷ്ടദിക്കുകൾ കഴിഞ്ഞാൽ ഊർധ്വലോകത്തിന്റെ അധിപതി ബ്രഹ്മദേവനാണ്. അപ്പൊ ബ്രഹ്മദേവന്റെ ശക്തിയായ ബ്രഹ്മാണി ഊർധ്വം രക്ഷേത്. അധസ്താദ് വൈഷ്ണവീ തഥാ. ഭൂമിക്ക് താഴെ പാതാളാദി ലോകങ്ങളിൽ വിഷ്ണുവിന്റെ ശക്തിയായ വൈഷ്ണവി എന്നെ രക്ഷിക്കട്ടെ. അല്ലെ, വരാഹമൂർത്തിയായി
ആ എന്താ പറയുക, ഭൂമിയെ താങ്ങുന്നതും അനന്തമൂർത്തിയായി ഭൂമിയെ താങ്ങുന്നതും ഒക്കെ വിഷ്ണു തന്നെയാണ്. അപ്പോൾ ആ വിഷ്ണുവിൻ്റെ ശക്തിയായിരിക്കുന്ന വൈഷ്ണവി എന്നെ അധോലോകങ്ങളിൽ രക്ഷിക്കട്ടെ. ഏവം ദശദിശോ രക്ഷേത ചാമുണ്ടാ ശവവാഹന ജയാമേ ജാഗ്രത പാതു വിജയാ പാതു പൃഷ്ഠതഃ. അപ്പം എന്നെ ഇങ്ങനെ 10 ദിക്കിലും ആ ശവവാഹനയായ പ്രേതവാഹനയായ ചാമുണ്ടാദേവി എന്നെ രക്ഷിക്കട്ടെ. ജയാദേവി എന്നെ മുമ്പിൽ രക്ഷിക്കട്ടെ. വിജയാദേവി എന്നെ പുറകിൽ രക്ഷിക്കട്ടെ. ഇതൊക്കെ ഓരോ ദേവിമാരുടെ പേരുകളാണ്, ഓരോ ശക്തികളാണ് ദേവിയുടെ. അപ്പൊ ജയാദേവി എന്നെ മുമ്പിലും വിജയാദേവി പൃഷ്ഠതഃ എന്ന് പറഞ്ഞാൽ പുറകിലും രക്ഷിക്കട്ടെ. അജിത വാമപാർശ്വേതു ദക്ഷിണേ ചാപരാജിത ശിഖാമുദ്യോധിനി രക്ഷേത് ഉമാമൂർധ്നി വ്യവസ്ഥിത. എൻ്റെ ഇടതുവശത്ത് വാമപാർശ്വത്തിൽ അജിതാദേവി എന്നെ രക്ഷിക്കട്ടെ. ദക്ഷിണ ഭാഗത്ത് എൻ്റെ വലതുവശത്ത് അപരാജിതാദേവി എന്നെ രക്ഷിക്കട്ടെ. എൻ്റെ ശിഖയെ, എൻ്റെ തലമുടിയെ ഉദ്യോധിനി എന്ന ദേവി രക്ഷിക്കട്ടെ. എൻ്റെ മൂർധാവിനെ ഉമാദേവി രക്ഷിക്കട്ടെ. ബുദ്ധിയുടെ സ്ഥാനമാണ്. അപ്പോൾ ഉപനിഷത്ത് മാതാവായ പാർവതീദേവി ഉമാദേവി എന്നെ രക്ഷിക്കട്ടെ, അറിവ് കൊണ്ട് രക്ഷിക്കട്ടെ. മാലാധരി ലലാടേ ച ഭ്രുവൗ രക്ഷേദ് യശസ്വിനി നേത്രയോശ്ചിത്രഖണ്ഡാ ച യമഖണ്ഡാ ച നാസികേ. മാലാധരി എന്ന പേരിലുള്ള ദേവി എൻ്റെ നെറ്റിത്തടം രക്ഷിക്കട്ടെ. എൻ്റെ 2 പുരികങ്ങളെ യശസ്വിനി ദേവി രക്ഷിക്കട്ടെ. എൻ്റെ 2 കണ്ണുകളെ ചിത്രഖണ്ഡ എന്ന ദേവി രക്ഷിക്കട്ടെ. യമഖണ്ഡ എന്ന ദേവി എൻ്റെ 2 നാസികകളെ രക്ഷിക്കട്ടെ. എൻ്റെ മൂക്കിൻ്റെ ദ്വാരങ്ങളെ രക്ഷിക്കട്ടെ. ശംഖിനി ചക്ഷുഷോർ മധ്യേ ശ്രോത്രയോർ വിന്ധ്യവാസിനി കപോലൗ കാളികാ രക്ഷേത് കർണമൂലേ തുശങ്കരീ. ശംഖിനി എന്ന ദേവി എൻ്റെ കണ്ണുകളുടെ മധ്യത്തിലുള്ളതായിട്ടുള്ള ഭ്രൂമധ്യത്തെ രക്ഷിക്കട്ടെ. ശ്രോത്രയോഹോ വിന്ധ്യവാസിനി, എൻ്റെ 2 ചെവികളെ വിന്ധ്യവാസിനിയായ ദേവിയും എൻ്റെ കപോലങ്ങളെ, എൻ്റെ കവിൾത്തടങ്ങളെ കാളികാദേവി രക്ഷിക്കട്ടെ. എൻ്റെ കർണമൂലം എന്ന് പറഞ്ഞാൽ കർണം ആരംഭിക്കുന്ന സ്ഥാനമാണ് കർണമൂലം, ചെപ്പിക്കുറ്റി എന്നൊക്കെ പറയുന്ന സ്ഥാനം. അവിടെ ശാങ്കരി എന്ന ദേവി രക്ഷിക്കട്ടെ. നാസികായാം സുഗന്ധാച്ച ഉത്തരോഷ്ടേച്ച ചർച്ചിക അധരേച്ച അമൃതകല ജിഹ്വായാം തു സരസ്വതി. എൻ്റെ നാസികയെ സുഗന്ധാദേവി രക്ഷിക്കട്ടെ. എൻ്റെ മുകളിലുള്ള ചുണ്ടിനെ ചർച്ചികാദേവി രക്ഷിക്കട്ടെ. എൻ്റെ താഴെയുള്ള ചുണ്ടിനെ അമൃതകലാദേവി രക്ഷിക്കട്ടെ. എൻ്റെ നാവിൽ സരസ്വതീ ദേവി എന്നെ രക്ഷിക്കട്ടെ. ദന്താൻ രക്ഷതു കൗമാരി കണ്ഠമധ്യേതു ചണ്ഡിക ഖണ്ഡികാം ചിത്രഖണ്ഡാച്ച മഹാമായാച്ച താലുകേ. എൻ്റെ പല്ലുകളെ കൗമാരി ദേവി രക്ഷിക്കട്ടെ. എൻ്റെ കണ്ഠമധ്യത്തെ ചണ്ഡികാദേവി രക്ഷിക്കട്ടെ. ഖണ്ഡിക എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ഒരു തൊണ്ടയിൽ ഉള്ള സാധനം ഉണ്ടല്ലോ, അതിനാണ് ഖണ്ഡിക എന്ന് പറയുന്നത്. ഈ സാധനം എന്താ അതിന് പറയുക, പേര് മറന്നു. അതിനെ ഖണ്ഡികയെ ചിത്രഖണ്ഡാദേവി രക്ഷിക്കട്ടെ. താലുകയെ മഹാമായ രക്ഷിക്കട്ടെ. താലുകം എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ണാക്ക്, ഉള്ളിലുള്ള അണ്ണാക്കിനെയാണ് താലുകം എന്ന് പറയുന്നത്. അതിനെ ആര് രക്ഷിക്കട്ടെ? മഹാമായാദേവി രക്ഷിക്കട്ടെ. കാമാക്ഷി ചിബുകം രക്ഷേത് വാചം മേ സർവമംഗള ഗ്രീവായാം ഭദ്രകാളീ ച പൃഷ്ഠവംശേ ധനുദ്ധരീ. കാമാക്ഷി ദേവി എൻ്റെ താടിയെ രക്ഷിക്കട്ടെ. ചിബുകം എന്നാൽ താടിയാണ്. വാചമ്മേ സർവമംഗള, എൻ്റെ വാക്കുകളെ സർവമംഗള എന്ന ദേവിയും എൻ്റെ കഴുത്തിനെ ഭദ്രകാളിയും എൻ്റെ പുറംഭാഗത്തെ പൃഷ്ഠവംശത്തെ ധനുർധരിയായ ദേവിയും നീലഗ്രീവ ബഹിക്കണ്ഡേ നളികാം നളകൂപരീ ഗഡ്ഗദാരിണ്യുബൗ സ്കന്ധൗ ബാഹുമേ വജ്രധാരിണീ. എൻ്റെ ബഹിക്കണ്ഠം, എൻ്റെ കഴുത്തിൻ്റെ പുറകുഭാഗത്തെ നീലഗ്രീവ എന്ന ദേവി രക്ഷിക്കട്ടെ. നളകൂപരി എന്ന ദേവി എൻ്റെ നളികയെ രക്ഷിക്കും. നളിക എന്ന് പറഞ്ഞാൽ തൊണ്ടനാളമാണ്. ശ്വാസകോശത്തിൻ്റെ നാളത്തിനാണ് നളിക എന്ന് പറയുന്നത്. അതിനെ നളകൂപരി ദേവി രക്ഷിക്കട്ടെ. ഗഡ്ഗദാരിണി ഉബൗ സ്കന്ധൗ, എൻ്റെ 2 തോളുകളെ ഗഡ്ഗദാരിണി ദേവി രക്ഷിക്കട്ടെ. എൻ്റെ 2 കൈകളെ, ബാഹുക്കളെ വജ്രധാരിണിയായ ഐന്ദ്രീ ദേവി രക്ഷിക്കട്ടെ. ഹസ്തയോർ ദണ്ഡിനി രക്ഷേത് അംബികാ ച അങ്കുലീഷു ച നഖാൻ ശൂലേശ്വരി രക്ഷേത് കുക്ഷൗ രക്ഷേ നളേശ്വരി.
എൻ്റെ 2 കൈകൾ, കൈത്തലങ്ങൾ, ഹസ്തങ്ങളെ ദണ്ഡിനി ദേവി രക്ഷിക്കട്ടെ. എൻ്റെ വിരലുകളെ, അങ്കുലികളെ അംബികാദേവി രക്ഷിക്കട്ടെ. എൻ്റെ നഖങ്ങളെ ശൂലേശ്വരി ദേവി രക്ഷിക്കട്ടെ. എൻ്റെ കുക്ഷിയിൽ നളേശ്വരി എന്ന ദേവി എന്നെ രക്ഷിക്കട്ടെ. എൻ്റെ ഉദരത്തിൽ സ്തനൗ രക്ഷേൻ മഹാദേവി മനഃശോകവിനാശിനി ഹൃദയേ ലളിതാദേവി ഉദരേ ശൂലധാരിണി. എൻ്റെ 2 സ്തനങ്ങളെ മഹാദേവി രക്ഷിക്കട്ടെ. എൻ്റെ മനസ്സിനെ ശോകവിനാശിനിയായ ദേവി രക്ഷിക്കട്ടെ. എൻ്റെ ഹൃദയത്തെ ലളിതാദേവി രക്ഷിക്കട്ടെ. എൻ്റെ ഉദരത്തെ ശൂലധാരിണി രക്ഷിക്കട്ടെ. അപ്പോൾ കുക്ഷി എന്ന് പറഞ്ഞാൽ ഉൾഭാഗവും ഉദരം എന്ന് പറഞ്ഞാൽ പുറം ഭാഗവുമായിട്ടെടുക്കാം. നാഭിം ച കാമിനി രക്ഷേത ഗുഹ്യം ഗുഹ്യേശ്വരി തദാ ഭൂതനാദാ ച മേഢ്രം മേ ഗുദം മഹിഷവാഹിനി. എൻ്റെ നാഭിയെ കാമിനി എന്ന ദേവി രക്ഷിക്കട്ടെ. എൻ്റെ ഗുഹ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രത്യുൽപാദന സ്ഥാനം, അത് ഗുഹ്യേശ്വരി എന്ന ദേവി രക്ഷിക്കട്ടെ. എൻ്റെ മേഢ്രം, മേഢ്രം എന്നാൽ ലിംഗം, എന്താ പറയുക, മൂത്രവിസർജനം ചെയ്യുന്ന അവയവം മേഢ്രം, അത് ഭൂതനാഥാദേവി രക്ഷിക്കട്ടെ. ഗുദം എൻ്റെ മലദ്വാരത്തെ മഹിഷവാഹിനി ദേവി രക്ഷിക്കട്ടെ. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും എണ്ണി 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 പറയണം, ഒന്നും വിടുന്നില്ല. കട്യാം ഭഗവതി രക്ഷേത് ജാനുനി വിന്ധ്യവാസിനി ജംഗേ മഹാബല പ്രോക്ത ജാനുമധ്യേ വിനായകി. എൻ്റെ കടി, എൻ്റെ അരക്കെട്ട് അത് ഭഗവതി രക്ഷിക്കട്ടെ. എൻ്റെ 2 കാൽമുട്ടുകളെ വിന്ധ്യവാസിനി രക്ഷിക്കട്ടെ. എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ താഴെയുള്ള ഭാഗം ജംഗ, അത് മഹാബലയായ ദേവി രക്ഷിക്കട്ടെ. ആ ജാനുമധ്യത്തിൽ വിനായകി എന്നെ രക്ഷിക്കട്ടെ. 2 കാൽമുട്ടുകളുടെയും നടുവിൽ വിനായകി രക്ഷിക്കട്ടെ. ഗുൽഭയോർ നാരസിംഹി ച പാദപൃഷ്ഠേ അമിതൗജസി പാദാങ്കുലി ശ്രീധരി ച പാദാദസ്ഥലവാസിനി. എൻ്റെ ഞെരിയാണികൾ, കാലിലെ ഗുൽഭങ്ങൾ, ആങ്കിൾ, അവയെ നാരസിംഹി ദേവി രക്ഷിക്കട്ടെ. എൻ്റെ പാദപൃഷ്ഠങ്ങളെ എന്ന് പറഞ്ഞാൽ പുറവടികളെ അമിതൗജസി എന്ന ദേവി രക്ഷിക്കട്ടെ. എൻ്റെ പാദത്തിലെ അങ്കുലികളെ, വിരലുകളെ ശ്രീധരി ദേവി രക്ഷിക്കട്ടെ. പാദ അധസ്ഥലം, എൻ്റെ പാദത്തിൻ്റെ താഴ്ഭാഗം, അത് തലവാസിനി എന്ന ദേവി രക്ഷിക്കട്ടെ എന്നാണ്. പാദാദഹ തലവാസിനി. നഖാൻ ദംഷ്ട്രാകരാളീച്ച് കേശാംശ്ചൈവോർധ്വകേശിനി റോമകൂപാണി കൗബേരി ത്വചം വാഗീശ്വരി തദാ. വീണ്ടും കാലിലെ നഖങ്ങളെ ദംഷ്ട്രാകരാളിയായ ദേവി രക്ഷിക്കട്ടെ. എൻ്റെ മുടികളെ കേശാഞ്ച ഊർധ്വകേശിനിയായ ദേവി രക്ഷിക്കട്ടെ. എൻ്റെ രോമകൂപങ്ങളെ കൗബേരി എന്ന ദേവി രക്ഷിക്കട്ടെ. എൻ്റെ ത്വക്കിനെ വാഗീശ്വരി ദേവി രക്ഷിക്കട്ടെ. രക്തമജ്ജ വസാമാംസാനി അസ്ഥിമേധാംസി പാർവതി ആന്ധ്രാണി കാളരാത്രി തു പിത്തം ച മുകുടേശ്വരി. എൻ്റെ ശരീരത്തിലുള്ള രക്തം, മജ്ജ, വസ എന്ന് പറഞ്ഞാൽ കൊഴുപ്പ്, മാംസം മുതലായവയെ, അസ്ഥി മേധാംസി, അസ്ഥി മേധസ് മുതലായവയെയും, അപ്പം എൻ്റെ ശരീരത്തിലെ ധാതുക്കളെ പാർവതീദേവി രക്ഷിക്കട്ടെ. ആന്ധ്രാണി എന്ന് പറഞ്ഞാൽ എൻ്റെ ആന്തരിക അവയവങ്ങളെ, കുടൽമാലകളെ കാളരാത്രി ദേവി രക്ഷിക്കട്ടെ. എൻ്റെ പിത്താശയത്തെ മുകുടേശ്വരി എന്ന ദേവി രക്ഷിക്കട്ടെ. പദ്മാവതി പത്മകോശേ കഭേ ചൂടാമണിസ്തഥാ ജ്വാലാമുഖി നഖജ്വാലാം അഭേദ്യ സർവസന്ധിഷു. എൻ്റെ പത്മകോശം ഏതാ അവയവം എന്ന് മറന്നുപോയി. പദ്മാവതി ദേവി രക്ഷിക്കട്ടെ. അകത്തുള്ള ഓരോരോ അവയവങ്ങൾ ആന്തരിക അവയവങ്ങളാണ്. എൻ്റെ കഭാശയം, ലങ്സ് ഒക്കെ അടക്കം ചൂടാമണി രക്ഷിക്കട്ടെ. ചൂടാമണി എന്ന ദേവി രക്ഷിക്കട്ടെ. എൻ്റെ നഖജ്വാലകളെ ജ്വാലാമുഖി ദേവി രക്ഷിക്കട്ടെ. സർവസന്ധികളിലും അഭേദ്യ എന്ന ദേവി രക്ഷിക്കട്ടെ. ശുക്രം ബ്രഹ്മാണി മേ രക്ഷേത് ഛായാം ഛത്രേശ്വരി തദാ അഹങ്കാരം മനോബുദ്ധിം രക്ഷേന്മേ ധർമ്മചാരിണി. എൻ്റെ ശുക്രം എന്ന് പറഞ്ഞാൽ ശുക്ലം തന്നെയാണ്, എൻ്റെ ബീജം. അത് ബ്രഹ്മാണി ദേവി, പ്രത്യുൽപാദനത്തിൻ്റെ ദേവിയാണ് ബ്രഹ്മാണി ദേവി, ബ്രഹ്മാവിൻ്റെ ശക്തിയാണ്. അപ്പോൾ എൻ്റെ ശുക്രത്തെ ബ്രഹ്മാണി രക്ഷിക്കട്ടെ. എൻ്റെ ഛായയെ, എൻ്റെ നിഴലിനെ പോലും രക്ഷിക്കട്ടെ എന്ന ഛത്രേശ്വരി എന്ന ദേവി.
എൻ്റെ അഹങ്കാരം, മനസ്സ്, ബുദ്ധി മുതലായ അന്ധക്കരണങ്ങളെ ധർമ്മചാരിണിയായ ദേവി രക്ഷിക്കട്ടെ. അപ്പം എൻ്റെ അന്ധക്കരണങ്ങൾ ധർമ്മത്തിൽ പ്രവർത്തിപ്പിക്കുന്നവളായി തീരട്ടെ എന്നർത്ഥം. പ്രാണാപാനൗ തഥാ വ്യാനം സമാനോദാനമേവ ച വജ്രഹസ്താ ച മേ രക്ഷേത് പ്രാണം കല്യാണശോഭന. എൻ്റെ 5 പ്രാണങ്ങളെ, അതാണ് പ്രാണ, അപാന, വ്യാന, സമാന, ഉദാനമേവ ച വജ്രഹസ്ത. വജ്രഹസ്ത എന്ന ദേവി എൻ്റെ 5 പ്രാണങ്ങളെ രക്ഷിക്കട്ടെ. പ്രാണനെ മൊത്തത്തിൽ കല്യാണ ശോഭന എന്ന ദേവി രക്ഷിക്കട്ടെ. രസേ രൂപേ ച ഗന്ധേ ച ശബ്ദേ സ്പർശേ ച യോഗിനി സത്വം രജസ്തമശ്ചൈവ രക്ഷേ നാരായണീ സദാ. അപ്പൊ എൻ്റെ 5 വിഷയങ്ങൾ അല്ലേ, രസം, രൂപം, ഗന്ധം, ശബ്ദം, സ്പർശം മുതലായ പഞ്ചഭൂതങ്ങളുടെ വിഷയങ്ങളെ യോഗിനി ദേവി രക്ഷിക്കട്ടെ. എന്നിലുള്ള ത്രിഗുണങ്ങളെ, സത്വം, രജസ്, തമസ് എന്നുള്ള 3 ഗുണങ്ങളെ നാരായണീ ദേവി രക്ഷിക്കട്ടെ. എൻ്റെ ആയുർരക്ഷതു വാരാഹി, ധർമ്മം രക്ഷതു വൈഷ്ണവി, യശ കീർത്തിം ച ലക്ഷ്മീം ച ധനം വിദ്യാം ച ചക്രിണീ. എൻ്റെ ആയുസ്സിനെ വാരാഹി ദേവി രക്ഷിക്കട്ടെ. അല്ലേ, തെക്ക് ദിക്കിൻ്റെ അധിപതിയാണ് വാരാഹി, യമൻ്റെ ആളാണ്, യമൻ്റെ ശക്തിയാണ് വാരാഹി. അപ്പോൾ ആയുസ്സിനെ രക്ഷിക്കട്ടെ എന്ന്. വൈഷ്ണവീ ദേവി ധർമ്മത്തെ രക്ഷിക്കട്ടെ. എൻ്റെ യശസ്സും കീർത്തിയും ലക്ഷ്മിയും ധനത്തെയും വിദ്യയെയും ചക്രിണി എന്ന് പറയുന്ന ദേവി രക്ഷിക്കട്ടെ. ഗോത്രം ഇന്ദ്രാണി മേ രക്ഷേത് പശൂൻ മേ രക്ഷ ചണ്ഡികേ പുത്രാൻ രക്ഷേത് മഹാലക്ഷ്മി ഭാര്യാം രക്ഷതു ഭൈരവീ. അപ്പൊ എൻ്റെ ഗോത്രത്തെ, എൻ്റെ വംശത്തെ ഇന്ദ്രാണി രക്ഷിക്കട്ടെ. എൻ്റെ പശുക്കളെ, ഞാൻ വളർത്തുന്ന മൃഗങ്ങളെയൊക്കെ ചണ്ഡികേ നീ രക്ഷിച്ചാലും, രക്ഷ ചണ്ഡികേ. എൻ്റെ പുത്രന്മാരെ മഹാലക്ഷ്മി രക്ഷേത്, മഹാലക്ഷ്മി രക്ഷിക്കട്ടെ. എനിക്ക് ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയെ ഭൈരവീ ദേവി രക്ഷിക്കട്ടെ. ഭർത്താവിനെയും രക്ഷിക്കട്ടെ എന്ന് നിങ്ങൾക്ക് സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഭാര്യ എന്നുള്ള സ്ഥാനത്ത് സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ ഭർത്താവിനെ രക്ഷിക്കട്ടെ എന്ന അർത്ഥത്തിൽ ഭൈരവി. പന്ഥാനം സുപദാരക്ഷേത് മാർഗം ക്ഷേമകരീ തഥാ രാജദ്വാരേ മഹാലക്ഷ്മി വിജയാ സർവതസ്ഥിത. സുപദ എന്ന ദേവി എന്നെ പന്ഥാനത്തിൽ രക്ഷിക്കട്ടെ. എൻ്റെ മാർഗങ്ങളിൽ, ഞാൻ യാത്ര പോകുമ്പോൾ വഴിയിലൊക്കെ എന്നെ രക്ഷിക്കട്ടെ. അതുപോലെ മാർഗങ്ങളിൽ, മറ്റു മാർഗങ്ങളിൽ ക്ഷേമകരി എന്ന ദേവി രക്ഷിക്കട്ടെ. രാജദ്വാരങ്ങളിൽ എന്ന് പറഞ്ഞാൽ വലിയ രാജപാതകളിൽ മഹാലക്ഷ്മി ദേവി രക്ഷിക്കട്ടെ. ഞാൻ രാജാവിനെ കാണാൻ പോകുന്ന വഴികളാണ് രാജപാതകൾ, അവിടെ മഹാലക്ഷ്മി എന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്ന വിജയാദേവി എന്നെ എല്ലായിടത്തും അനുഗ്രഹിക്കട്ടെ, രക്ഷിക്കട്ടെ. രക്ഷാഹീനം തു യത്സ്ഥാനം വർജിതം കവചേന തു തത്സർവം രക്ഷമേ ദേവി ജയന്തി പാപനാശിനി. ഇനി ഞാൻ പറയാത്ത, ലിസ്റ്റിൽ പെടുത്താത്ത രക്ഷാഹീനമായിട്ടുള്ള സ്ഥാനം ഈ കവചം കൊണ്ട് വർജിതം, ഞാൻ കവചത്തിൽ പറയാതെ വിട്ടിട്ടുണ്ടെങ്കിൽ തൽസർവം രക്ഷമേ ദേവി ജയന്തി. ജയന്തി എന്ന് പറയുന്ന പാപനാശിനിയായ ദേവി ഞാൻ പറയാതെ വിട്ടിട്ടുള്ള സ്ഥാനങ്ങളെയൊക്കെ, ഈ കവചസ്തോത്രത്തിൽ വർണ്ണിക്കാത്ത സ്ഥാനങ്ങളെയൊക്കെ രക്ഷിക്കണേ എന്ന്. അപ്പം എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് ജയന്തി ദേവിയെ ഏൽപ്പിക്കണം. പദമേകം ന ഗച്ഛേത്തു യതീച്ഛേത് ശുഭമാത്മനഃ കവചേനാവൃതോ നിത്യം യത്ര യത്ര ഹി ഗച്ഛതി തത്ര തത്രാർത്ഥലാഭശ്ച വിജയ സാർവകാമികഃ യം യം ചിന്തയതേ കാമം തം തമാപ്നോതി നിശ്ചിതം. അപ്പോ എവിടെ എവിടെ നമ്മൾ പോകുന്നു, എത്ര എത്ര ഗച്ഛതി, അവിടെയൊക്കെ നിത്യം കവചേന ആവൃതനായിട്ട്, ഈ കവചം കൊണ്ട് നമ്മളെ സ്വയം രക്ഷിച്ചുകൊണ്ട് ആത്മനഃ ശുഭം ഇച്ഛേത് യതി, നിങ്ങൾക്ക് ശുഭം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കവചം കൊണ്ട് രക്ഷിച്ചിട്ട് വേണം നിങ്ങൾ ഒരടി മുന്നോട്ട് വെക്കാനെന്ന് പറയണം. അതല്ലാതെ ഗമിക്കരുത് എന്ന് ഇവിടെ ഒരു ഉപദേശം പോലെ പറയണം. ഈ കവചം ചൊല്ലിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ അടികളും വെക്കൂ, എങ്കിൽ നിങ്ങൾക്ക് ശുഭമുണ്ടാകും. നിങ്ങൾ ആഗ്രഹിച്ച ലാഭങ്ങളൊക്കെ ലഭിക്കും. തത്ര തത്ര അർത്ഥലാഭശ്ച സാർവകാമിക വിജയ ച, നിങ്ങൾ ആഗ്രഹിച്ച വിജയങ്ങളുമെല്ലാം ഉണ്ടാവും. ഏതേത് കാമനകളെ നിങ്ങൾ ചിന്തിക്കുന്നുവോ തം തമാപ്നോതി നിശ്ചിതം.
നിശ്ചയമായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം സാധിക്കും. ഈ കവചം കൊണ്ട് നിങ്ങൾ ആവരണം ചെയ്തുകൊണ്ട് ഏതെങ്കിലും കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ. അപ്പൊ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും ഈ കവചം നിങ്ങളെ രക്ഷിക്കട്ടെ എന്നാ പറയണത്. പരമൈശ്വര്യമതുലം പ്രാപ്സ്യത്തെ ഭൂതലേ പുമാൻ നിർഭയോ ജായതേ മർത്യ സംഗ്രാമേഷപരാജിത. ഈ കവചത്തിന്റെ ഫലം പറയണം. ഈ കവചം ചൊല്ലുന്നവർക്ക് ഐശ്വര്യം, പരമമായിട്ടുള്ള ഐശ്വര്യം, തുലനമില്ലാത്ത ഐശ്വര്യം ഈ ഭൂതലത്തിൽ ആ പുമാൻ പ്രാപിക്കും. പ്രാപ്സ്യതേ, ആ മനുഷ്യൻ നിർഭയനായി ഭവിക്കും. യുദ്ധങ്ങളിൽ, സംഗ്രാമങ്ങളിൽ അപരാജിതനായി ഭവിക്കും. എവിടെ പോയാലും വിജയിയായിട്ട് വരും. ത്രൈലോക്യേതു ഭവേത് പൂജ്യ കവചേനാവൃതഃ പുമാൻ ഇദം തു ദേവ്യാഃ കവചം ദേവാനാമപി ദുർലഭം. 3 ലോകങ്ങളിലും അവൻ പൂജ്യനായി ഭവിക്കും. ഈ കവചം കൊണ്ട് ആവൃതനായിരിക്കുന്ന പുരുഷൻ. ഈ ദേവിയുടെ കവചം ദേവന്മാർക്ക് പോലും ദുർലഭമായിട്ടുള്ളതാണ്. ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ മാത്രമേ ഇത് മനസ്സിലാക്കുള്ളൂ, ഇത് കേൾക്കുള്ളൂ, ഇത് പഠിക്കുള്ളൂ, ഇത് ചൊല്ലുള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ സുഹൃതികളാണ്. ദേവന്മാർക്ക് പോലും കിട്ടാത്ത കാര്യമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഈ കവചം. ഇത് ചൊല്ലാനാ പറയണത്. യഃ പഠേത് പ്രയതോ നിത്യം ത്രിസന്ധ്യം ശ്രദ്ധയാൻവിതഃ ദൈവീ കലാ ഭവേത് തസ്യ ത്രൈലോക്യേ ചാപരാജിതഃ. യഃ നിത്യം ത്രിസന്ധ്യം ശ്രദ്ധയാൻവിതഃ പ്രയതഃ പഠേത്. ആരാണോ എന്നും 3 സന്ധ്യകളിലും ശ്രദ്ധയോടുകൂടി ഈ കവചത്തെ പാഠം ചെയ്യുന്നത്, പ്രയതഃ വിനയത്തോടെ പ്രയത്നപൂർവം ആരാണോ ഇത് പാരായണം ചെയ്യുന്നത്, അവന് തസ്യ ദൈവീ കലാഭവേത്, അവന് ദേവിയുടെ അംശം വന്നു ചേരും. അവൻ ദേവിയുടെ ഭാവമായി തീരും. 3 ലോകങ്ങളിലും അവൻ അപരാജിതനായിരിക്കും. ത്രൈലോക്യേച അപരാജിതഃ. ജീവേത് വർഷശതം സാഗ്രം അപമൃത്യു വിവർജിതഃ നശ്യന്തി വ്യാധയഃ സർവേ ലൂതാ വിസ്ഫോടകാദയഃ. അപ്പൊ അവൻ മുഴുവനായിട്ട് സാഗ്രം വർഷശതം, 100ാമത്തെ വർഷം വരേക്കും നർത്തം. വർഷശതം അഗ്രത്തോടു കൂടിയ ആയുസ്സോടുകൂടി അവൻ ജീവിക്കും. അവന് അപമൃത്യുവൊന്നും ഉണ്ടാവുകയില്ല. അപമൃത്യു വിവർജിതഃ, അവന്റെ വ്യാധികളെല്ലാം നശിക്കും. ലൂതാ വിസ്ഫോടകാദയഃ എന്നുള്ളത് ഓരോ വ്യാധികളുടെ പേരുകളാണ്. നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ, ഓർമ്മയില്ല. ലൂതാ വിസ്ഫോടകാദി വ്യാധികളെല്ലാം നശിച്ചു പോകും. സ്ഥാവരം ജംഗമം ചാപി കൃത്രിമം ചാപി യദ്വിഷം ആഭിചാരാണി സർവാണി മന്ത്രയന്ത്രാണി ഭൂതലേ ഭൂചരാ ഖേചരാശ്ചൈവ ജലജാശ്ചൗപദേശികാഃ സഹജാ കുലജാ മാലാ ഡാഗിനി ശാഗിനി തദാ അന്തരിക്ഷചരാ ഘോരാഃ ഡാഗിന്യശ്ച മഹാബലാഃ ഗ്രഹഭൂത പിശാചാശ്ച യക്ഷഗന്ധർവരാക്ഷസാഃ ബ്രഹ്മരാക്ഷസവേതാളാഃ കൂഷ്മാണ്ഡ ഭൈരവാദയഃ നശ്യന്തി ദർശനാത് തസ്യ കവചേ ഹൃദി സംസ്ഥിതേ. ഒരു വലിയ ലിസ്റ്റ് തന്നു. എന്നിട്ട് പറഞ്ഞു തസ്യ ദർശനാത് നശ്യന്തി, ഇവനെ കാണുന്ന മാത്രയിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ നശിക്കുന്ന. അവന്റെ ഹൃദി കവചേ സംസ്ഥിതേ സതി, ആരുടെ ഹൃദയത്തിലാണോ ഈ കവചം ധ്യാനം ചെയ്യപ്പെടുന്നത്, ചൊല്ലപ്പെടുന്നത്, ഈ കവചത്തെ ധരിച്ചു പോകുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞതായിട്ടുള്ള ശത്രുക്കളൊക്കെ നശിക്കും. ഏതൊക്കെയാണ്? സ്ഥാവര ജംഗമങ്ങളും കൃത്രിമങ്ങളുമായിരിക്കുന്ന വിഷങ്ങൾ, വിഷബാധകളെല്ലാം നീങ്ങും. സർവ ആഭിചാരങ്ങൾ, മറ്റുള്ളവർ നമ്മളെ നശിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ദുഷ്ട ശത്രുക്കളുടേതായിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ നശിച്ചു പോകും. ആഭിചാരാണി സർവാണി മന്ത്രയന്ത്രാണി, മറ്റുള്ളവർ നമ്മളെ നശിപ്പിക്കാനായിട്ട് ചില മന്ത്രപ്രയോഗങ്ങളോ മാന്ത്രിക പ്രയോഗങ്ങളും യന്ത്രപ്രയോഗങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മളെ സ്പർശിക്കില്ല. അതുപോലെ ഭൂചരങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ചരിക്കുന്നവയും, ഖേചരങ്ങൾ ആകാശചാരികളും, ജലജാശ്ച ജലത്തിൽ ജനിക്കുന്നവയായിട്ടുള്ള ജന്തുക്കളും, അതുപോലെ ഔപദേശികാഹ ചുറ്റുപാടുള്ളതായിട്ടുള്ള ദേശത്തിൽ വസിക്കുന്നവരുമായിട്ടുള്ള ഓരോരോ പിശാചുകളുടെയൊക്കെ വർഗത്തെ പറയണം. സഹജാഹ കുലജാഹ മാലാഹ ഡാഗിനി ശാഗിനി തഥാ അന്തരീക്ഷചര ഘോരാഹ. ഇവരൊക്കെ ഭൂതപ്രേത പിശാചുക്കളുടെ വർഗമാണ്. ഇതൊക്കെ ഘോരങ്ങളായി അന്തരീക്ഷങ്ങളിൽ ചരിക്കുന്ന ഡാഗിന്യശ്ച ഡാഗിനികൾ എന്ന് പറയുന്ന ഭൂതങ്ങള്. മഹാബലാഹ ബലവാന്മാരായിട്ടുള്ളവരാണ് അവര്. ഗ്രഹഭൂത പിശാചാശ്ച
ഗ്രഹങ്ങൾ, ഭൂതങ്ങൾ, പിശാചുക്കൾ, യക്ഷ, ഗന്ധർവ, രാക്ഷസാഹ, ഇവർക്കൊന്നും നമ്മളെ തൊടാൻ പറ്റില്ല. ബ്രഹ്മരാക്ഷസ വേതാളാഹ, ബ്രഹ്മരക്ഷസുകൾ, വേതാളങ്ങൾ, കൂഷ്മാണ്ഡാഹ ഭൈരവാദയ, ഭൈരവാദി കൂഷ്മാണ്ഡങ്ങൾ എന്ന് പറയുന്നതായിട്ടുള്ള പ്രേതങ്ങൾ, നശ്യന്തി ദർശനാത്തസ്യ കവചേ ഹൃദി സംസ്ഥിതേ, ആരുടെ ഹൃദയത്തിൽ ഈ കവചമുണ്ടോ അവൻ്റെ അടുത്ത് വരാൻ സാധിക്കില്ല ഈ ശക്തികൾക്കൊന്നും, എല്ലാം നശിച്ചു പോകും എന്നാണ്. നമ്മളെ തൊടാൻ പറ്റില്ല എന്ന് ഉറപ്പ് പറയണം ഇവിടെ ബ്രഹ്മദേവൻ. മാത്രമല്ല മാനോന്നതിർഭവേദ് രാജ്ഞഃ തേജോ വൃദ്ധികരം പരം യശസാ വർദ്ധതേ സോപി കീർത്തിമണ്ഡിത ഭൂതലേ. ചില പുസ്തകങ്ങളിൽ മനോന്നതിർഭവേദ് രാജ്ഞഃ എന്ന് പറയുന്നുണ്ട്. അവിടെ ഏറ്റവും ഉത്തമം മാനോന്നതിരാണ്. ലൂതാ വിസ്ഫോടകാതയ, മസൂരി മുതലായ രോഗങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. വത്സൻജി ഓർമ്മിപ്പിച്ചത്, താങ്ക് യു. മസൂരി മുതലായിട്ടുള്ള ചിക്കൻ പോക്സ് പോലെയുള്ളതായിട്ടുള്ള രോഗങ്ങളൊക്കെയാണ് ഇതൊക്കെ. ലൂതാ വിസ്ഫോടകാതയ ഓർമ്മയിൽ പെട്ടെന്ന് വരണ്ടേ, ഇതൊക്കെ എല്ലാം ഓർമ്മയിൽ വരണ്ടേ. ഒരു മനുഷ്യനല്ലേ നമ്മളും, അല്ലേ? വൈദ്യനൊന്നും അല്ലല്ലോ, സ്ഥിരം ചികിത്സിക്കാനിരിക്കുന്ന ആളല്ലല്ലോ. നാരായണ. അപ്പോ മാനോന്നതിർഭവേദ് രാജ്ഞഃ, രാജ്ഞഃ രാജാവിൽ നിന്ന്, മാനോന്നതി ഭവേദ് മാനം ഉന്നതി ഉണ്ടാവും എന്ന് പറഞ്ഞാലോ, പത്മഭൂഷൺ, പത്മശ്രീ, ഭാരതരത്നം ഇങ്ങനെയുള്ള അവാർഡുകളൊക്കെ കിട്ടുന്ന അർത്ഥം. രാജാവിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളിൽ നിന്ന് അംഗീകാരങ്ങൾ ലഭിക്കും എന്നാണ്. മാനോന്നതിർഭവേദ് രാജ്ഞഃ. മറ്റത് മനോന്നതിർഭവേദ് രാജ്ഞഃ എന്ന് പറയുമ്പോൾ രാജാവിന് നല്ല മനസ്സുണ്ടാവും എന്നാണ്. അതിനേക്കാട്ടിലും നല്ലത് മാനോന്നതി, നമുക്ക് മാനത്തിൻ്റെ ഉന്നതി, അഭിമാനം നമുക്ക് വർദ്ധിച്ചു വരും. രാജാക്കന്മാരിൽ നിന്ന് അംഗീകാരം ലഭിക്കും. തേജോ വൃദ്ധികരം പരം, നമ്മുടെ തേജസ് വൃദ്ധി ചെയ്യുന്നതാണ് ഇതെല്ലാം. യശസാ വർദ്ധതേ സോപി, അവൻ യശസാ വർദ്ധിച്ചു വരുന്നു. കീർത്തിമണ്ഡിത ഭൂതലേ, അവന്റെ കീർത്തി കൊണ്ട് ഈ ഭൂതലം പ്രശസ്തമാവും, അലങ്കരിക്കപ്പെടും എന്നർത്ഥം. ജപേത് സപ്തശതീം ചണ്ഡീം കൃത്വാ തു കവചം പുരാ യാവത് ഭൂമണ്ഡലം തിഷ്ഠേത് സശൈല വനകാനനം യാവത് തിഷ്ഠത് താവത് തിഷ്ഠതി മേദിന്യാം സന്തതി പുത്രപൗത്രികി ദേഹാന്തേ പരമം സ്ഥാനം യത്സുരൈരപി ദുർലഭം പ്രാപ്നോതി പുരുഷോ നിത്യം മഹാമായ പ്രസാദതഃ ലഭതേ പരമം രൂപം ശിവേന സഹ മോദതേ. അതുകൊണ്ട് ജപേത് സപ്തശതീം ചണ്ഡീം കൃത്വാതു കവചം പുരാ, ഇവിടെ പറയുന്നു പുരാ കവചം കൃത്വാ, മുമ്പേ കവചം ചെയ്തിട്ട്, സപ്തശതീം ചണ്ഡീം ജപേത്. ഇവിടെ സപ്തശതി എന്ന് പറഞ്ഞാൽ ദേവി മാഹാത്മ്യം. ചണ്ഡി എന്ന് പറയുന്നതും ദേവി മാഹാത്മ്യത്തിന്റെ പേര് തന്നെയാണ്. ചണ്ഡീപാഠം, ചണ്ഡീ പാരായണം എന്നാണ് കൽക്കട്ടയിലും ബംഗാളിലും ഒക്കെ പറയുക. വടക്കേ ഇന്ത്യയിലൊക്കെ ചണ്ഡീപാഠം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുക തന്നെയാണ്. അപ്പോൾ 700 ശ്ലോകങ്ങളുള്ള 700 മന്ത്രങ്ങളുള്ള ഈ ചണ്ഡീപാഠത്തെ ചെയ്യുന്നതിന് മുമ്പായിട്ട് കവചം പുരാ കൃത്വ, കവചത്തെ ആദ്യം ചെയ്തിട്ട്, അപ്പൊ കവചം ആദ്യം ജപിച്ചിട്ട് പിന്നെ സപ്തശതിയെ ജപിക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഭൂമണ്ഡലം നിലനിൽക്കുന്നത് വരെ, പർവ്വതങ്ങളും വനങ്ങളും ഒക്കെ നിൽക്കുന്നത് വരെ, താവത് തിഷ്ഠതി മേദിന്യാം, ഇവന്റെ പുത്രപൗത്രികി സന്തതിഹി തിഷ്ഠതി, ഇവൻ പോയാലും ഇവന്റെ സന്തതി പരമ്പരകൾ ലോകമുള്ളത് വരെ ഉണ്ടാവും. സന്തതികൾ കുറ്റിയേറ്റ് പോവില്ല എന്നർത്ഥം. ഇവന്റെ കുലത്തില് വന്ധ്യകൾ ഉണ്ടാവില്ല, ഇവന്റെ വംശം നിലനിന്നുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. സന്തതിഹി പുത്രപൗത്രികി മേദിന്യാം തിഷ്ഠതി, ലോകമുള്ളത് വരെ, ലോക അവസാനം വരെ ഇവന്റെ വംശം നിലനിൽക്കും എന്ന്. അതുമാത്രമല്ല, ഈ ആരാണോ ജപിച്ചത് അവന് ദേഹാന്തത്തിൽ, അവന്റെ ദേഹവിയോഗം വരുമ്പോൾ സുരൈരവി ദുർലഭം പരമം സ്ഥാനം പ്രാപ്നോതി, ദേവന്മാർക്ക് പോലും ദുർലഭമായിട്ടുള്ള പരമമായ സ്ഥാനത്തെ പ്രാപിക്കുന്നു. എങ്ങനെ? മഹാമായ പ്രസാദതഃ, ആ മഹാമായയുടെ പ്രസാദം കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ആ മോക്ഷപദവിയെ ലഭിക്കുന്നു. ലഭതേ പരമം രൂപം, അവന് പരമമായ രൂപത്തെ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ രൂപം സ്വരൂപപ്രാപ്തി തന്നെയാണ്, ബ്രഹ്മസ്വരൂപം തന്നെയാണ്.
എന്നിട്ട് ശിവേന സഹമോദതേ, ശിവഭഗവാനോടുകൂടെ അവൻ മോദിക്കുന്നു, സന്തോഷിക്കുന്നു, ശിവസായുജ്യം പ്രാപിക്കുന്നു എന്നൊക്കെ അർത്ഥം. ഓം ഇതി ദേവ്യാഹ കവചം സമ്പൂർണം. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടവർക്കൊക്കെ സാമാന്യം പിടികിട്ടി. ഇനി ബാക്കി നിങ്ങൾ വായിക്കും തോറും തെളിഞ്ഞു 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 വരും. എന്താണ് ആശയമെന്ന് ഓടിച്ചു പറഞ്ഞു. ഇനി ഓരോരുത്തരും വായിക്കും തോറും അവർക്കത് ഉറച്ചുറച്ചുറച്ച് കിട്ടും എന്താണ് പറയുന്നത് എന്നുള്ളത്. അപ്പം അങ്ങനെ നിരന്തരം വായിക്കുക. ഈ കവചം മാത്രമായിട്ട് തന്നെ വായിക്കാവുന്നതാണ് ദിവസവും. അത്രയ്ക്ക് ശക്തിയുള്ളതാണ്. നിങ്ങളെ രക്ഷിക്കും അത്. ഏത് ഭയത്തിൽ നിന്നും, ഏത് ദുഃഖത്തിൽ നിന്നും, ഏത് ശത്രുബാധകളിൽ നിന്നും, ഏത് ഭൂതപ്രേത പിശാചുക്കളുടെ ബാധകളിൽ നിന്നും, ഏത് ദുഷ്കർമ്മങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും എല്ലാം രക്ഷിക്കുന്നതാണ്. നിങ്ങൾ എവിടെ യാത്ര പോകുമ്പോഴും ഒക്കെ ഇത് ജപിച്ചുകൊണ്ട് പോകാം. അത്രയ്ക്ക് ശക്തി ഉള്ളതാണ് ദേവിയുടെ കവചം. എല്ലാവരും നിത്യവും ചൊല്ലി ചൊല്ലി പഠിക്കുക. അപ്പോൾ തൽക്കാലം ഇന്ന് അവിടെ നിൽക്കട്ടെ. നാളെ അർഗള സ്തോത്രവും കീലക സ്തോത്രവും ഒക്കെ കാണാം. എന്തായാലും ഞാൻ പറഞ്ഞതിന് വാക്ക് പാലിച്ചു. ഒന്ന് ചുരുക്കി പറഞ്ഞു തരാമെന്ന് ഓടിച്ചു പറഞ്ഞു. നാരായണ. അപ്പോൾ നമ്മൾ ഇപ്പം നിർത്തുകയാണ്. നമ്മുടെ എന്താണ് CD പ്രകാശനമുണ്ട്. ഇപ്പോൾ ലളിതാ സഹസ്രനാമ സ്തോത്രവും സൗന്ദര്യലഹരി സ്തോത്രവും രണ്ടും നല്ല സ്റ്റുഡിയോയിൽ വെച്ച് ഗംഭീരമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അസലായിട്ടുണ്ട്. നല്ല, എനിക്ക് തന്നെ അത്ഭുതം, ഞാനാണോ ഇത് ചെയ്തത് എന്ന്. അത്ര എനിക്ക് തന്നെ കേട്ടാൽ മതിയാവുന്നില്ല. പോരെ, ഇനി അതിൽ കൂടുതൽ പറയാനുണ്ടോ? അത്ര മനോഹരമായിട്ട് നല്ല ശ്രുതി ബാക്ക്ഗ്രൗണ്ടോടുകൂടെ ഓരോ 10 ശ്ലോകത്തിനും ഒരു മണി അടിക്കുന്ന ശബ്ദത്തോടെ നന്നായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിട്ട് കേൾക്കുന്നത് ലയിച്ചിരുന്ന് പോകും. നമ്മൾ ഒരു മെഡിറ്റേറ്റീവ് മൂഡിലേക്ക് നമ്മളെ കൊണ്ടുപോകും. വളരെ നിർത്തി സൗമ്യമായിട്ടാണ് ചൊല്ലിയിരിക്കുന്നത്. സ്വാമി ഇവിടെ ചൊല്ലുന്ന പോലെയുള്ള ഭീകരമായിട്ടുള്ള ശബ്ദത്തിലൊന്നുമല്ല. നല്ല ഗംഭീരമായിട്ടുള്ള ഫുൾ എനർജിയിലാണ്, എന്നാൽ സൗമ്യമായിട്ടുള്ള രീതിയിലാണ് ചൊല്ലിയിരിക്കുന്നത്. കേട്ടുകഴിഞ്ഞാൽ അത്രയ്ക്ക് മധുരം, അതുപോലെ ഗംഭീരവുമാണത്. ഇത് ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വേണമെന്ന് പറയും. അത്ര ഉറപ്പാണ്. എവിടെയെങ്കിലും കേട്ടാൽ മതി, കേൾക്കാൻ ഇടയുണ്ടാവട്ടെ ആളുകൾ. ഇന്ന് വരെ ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് ആരൊക്കെ CD-കൾ ഇറക്കിയിട്ടുണ്ടോ അതിലൊക്കെ വെച്ച് ബെസ്റ്റാണെന്ന് ഞാനേ പറയും. ഞാൻ അങ്ങനെ പറയുന്ന ആളേ അല്ല. പറയാൻ കാരണം അതിൻ്റെ വ്യക്തതയാണ്, അതിൻ്റെ ക്ലാരിറ്റി, അതിൻ്റെ ശബ്ദ ഗാംഭീര്യം, പെർഫെക്ഷൻ എല്ലാം കൊണ്ടാണ്. ഒരക്ഷരം തെറ്റില്ലാതെയാണ് ചൊല്ലിയിരിക്കുന്നത്. ഒന്നോ രണ്ടോ നാവ് പഴച്ചാലും അതവിടെ നിർത്തി കട്ട് ചെയ്ത് വീണ്ടും റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമുക്ക്. റെക്കോർഡിംഗ് ആകുമ്പോൾ കമ്പ്യൂട്ടറിൽ റെക്കോർഡിംഗ് ആണ്, സ്റ്റുഡിയോ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ അങ്ങനെ തെറ്റുകൾ പറ്റുമ്പോൾ നമുക്ക് തന്നെ അറിയാം നാവ് പഴച്ചു എന്ന്. അത് നോക്കാൻ ആളെയും നമ്മൾ നിർത്തിയിരുന്നു. അത് നോക്കി കറക്റ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള റെൻഡറിംഗ് ആണ്. ഒരു അസറ്റാണ്. ദിവസവും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റില്ലാതെ വെള്ളം പോലെ പഠിക്കാം. എല്ലാവർക്കും ഒരു സംശയവും വേണ്ട. ദ ബെസ്റ്റ് അവൈലബിൾ, അതാ എനിക്ക് പറയാനുള്ളത്. എൻ്റെ മുതലായതുകൊണ്ട് പറയല്ല, അത് ഈശ്വര നിർമ്മിതിയാണ്. അത് ജഗദംബയുടെ നിർമ്മിതിയാണ്. അമ്പ നമ്മളിലൂടെ പ്രവർത്തിച്ചു. എത്രയോ കാലമായിട്ട് പലരും ആവശ്യപ്പെട്ടിട്ടാണ് ഞാനത് ചെയ്തത്. അല്ലെങ്കിൽ എന്നോ ചെയ്യായിരുന്നു, എനിക്ക് വേണമെന്ന് തോന്നിയല്ല. എത്രയോ കാലമായി പലരും ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കണു. സ്വാമിജിയുടെ ലളിതാ സഹസ്രനാമം വേണം, സ്വാമിയുടെ സൗന്ദര്യലഹരി വേണം. ഇപ്പോൾ പലരും പലതും ചോദിച്ചുകൊണ്ടിരിക്കണം. നാരായണീയം വേണം, ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദ ബെസ്റ്റ് അവൈലബിൾ. കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടോണ്ടേയിരിക്കും. നല്ല നല്ല സിസ്റ്റമായിരിക്കണം. മ്യൂസിക് സിസ്റ്റം നല്ലതാണെങ്കിൽ, നല്ല ബാസുള്ള സിസ്റ്റം ആണെങ്കിൽ നമ്മുടെ സൗണ്ടിൻ്റെ ആ എഫക്റ്റ് കൂടുതലായിട്ട് കിട്ടുള്ളൂ. അതിൽ നന്നായിരിക്കും. എല്ലാവരും വാങ്ങിച്ചും കേട്ടിട്ട് നിങ്ങൾ കേട്ട ശേഷം നിങ്ങൾക്ക് തൃപ്തിയായാൽ മാത്രം മറ്റുള്ളവർക്ക് നിങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്ന് വെച്ചാൽ സമ്മാനങ്ങളായിട്ട് കൊടുക്കാം. വിശേഷ സന്ദർഭങ്ങളിൽ അവർക്ക് സമ്മാനം കൊടുക്കാം. അത്രയ്ക്ക് ബെസ്റ്റാണ്. ഒരു ലളിതാ സഹസ്രനാമവും ഒരു ദേവീ മാഹാത്മ്യവും
ഒരു സൗന്ദര്യലഹരിയും പുസ്തകവും ഈ 2 CD കൂടിയിട്ട് ഒരാൾക്ക് സമ്മാനം കൊടുത്താൽ അത് അവരുടെ ജീവിതത്തിലേക്ക് വലിയ അസറ്റാണ്. ദേവി മഹാത്മ്യ CD ഉണ്ട്, അത് നേരത്തെ ഇറക്കിയിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ ലോഞ്ചിങ് നമ്മൾ സഹസ്രനാമം. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ ഇപ്പോൾ ഒരു 6:15 നമ്മൾ വെച്ചിരിക്കുന്നത്. ഞാൻ പോവുകയാണ്. നമ്മുടെ പാലക്കാട് പുത്തൂര് വെച്ചിട്ടാണ്. നമ്മുടെ പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരൻജി ഈ ഒരു പരിപാടിയിൽ ഇത് ഉദ്ഘാടനം ചെയ്യാം, അല്ലെങ്കിൽ ആദ്യത്തെ കോപ്പി ഒന്നുകിൽ അവർ സ്വീകരിക്കുക അല്ലെങ്കിൽ വിതരണം ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ പുത്തൂര് വെച്ചിട്ടാണ് ഇത് നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ ഇതിൽ പോസ്റ്റ് ചെയ്യാം. എല്ലാം 100 രൂപയേ ഉള്ളൂ. ഒരു CD-ക്ക് 100 രൂപ. പിന്നെ പോസ്റ്റേജാണ് പ്രശ്നം. അപ്പോൾ വേറെയും എന്തെങ്കിലുമൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നിച്ച് പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് മാത്രമായിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ 1 വാങ്ങിക്കുന്നതിന് പകരം 2ഓ 3ഓ വാങ്ങിച്ചാൽ പോസ്റ്റേജ് മുതലാക്കാം. അപ്പോൾ മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കാം. ഒരു ഗ്രൂപ്പ് ഒന്നിച്ച് 4ഓ 5ഓ വാങ്ങിച്ചാൽ പോസ്റ്റേജ് മുതലാവും. അടുത്തടുത്തുള്ളവർക്ക് ഷെയർ ചെയ്യാം അതിനെ. അല്ലെങ്കിൽ പോസ്റ്റേജ് ഓരോന്നിനും 41 രൂപ വെച്ച് പോസ്റ്റേജ് ഇവിടെ VPP ആണെങ്കിൽ കൊടുക്കണം. 41 രൂപ മിനിമമാണ് VPPക്ക്. അപ്പോൾ ഒരാൾക്ക് ഒരു CD 100 രൂപയും 41 രൂപ പോസ്റ്റേജും കൊടുക്കുന്നതിനേക്കാൾ ഒരു 3ഓ 4ഓ 5ഓ CD ഒന്നിച്ച് വാങ്ങണമെങ്കിൽ ഒരു 41 രൂപയിൽ ഇത്രയും ലോക്കൽ ആൾക്കാർക്ക് പങ്കിട്ട് കൊടുക്കാൻ പറ്റും. മനസ്സിലാവുണ്ടോ? അതുപോലെ നിങ്ങൾ ഗ്രൂപ്പുകളായിട്ട് തീരുമാനിക്കുക. അപ്പോൾ എളുപ്പമായി പണി. അപ്പോൾ എന്തായാലും വളരെ ദ ബെസ്റ്റ് എന്ന് തന്നെ ഞാൻ ഇപ്പം തന്നെ പ്രഖ്യാപിക്കുന്നു. ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എല്ലായിടത്തേക്കും എത്തിക്കാൻ പറ്റും നമുക്ക്. എല്ലാവർക്കും, ഏത് ലോകത്തുള്ള ആളുകൾക്കും ഇഷ്ടപ്പെടും. അത്ര എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ വിചാരിച്ചതിനേക്കാൾ നന്നായിട്ടുണ്ട്. കാരണം നമ്മുടെ ഉള്ളിലിരുന്ന് പ്രവർത്തിച്ചത് ദേവിയുടെ ശക്തിയാണ്, നമ്മളല്ല. അതുകൊണ്ടാണ് അത് നന്നായത്. അപ്പോൾ പുത്തൂർ അമ്പലത്തിൽ പെർമിഷൻ ഇല്ല, ദേവിയുടെ മുമ്പിൽ വെച്ച് നടത്തണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ പുറകിലുള്ള ഊട്ടുപുരയിൽ രഹസ്യമായിട്ടാണ് നടത്താൻ പോകണം. അധികം ആൾക്കാർ പാടില്ല, എല്ലാവരെയും വിളിച്ചു കൂട്ടാൻ പാടില്ല. ഒരു 4-5 പേരേ ഉണ്ടാവുള്ളൂ. അവർക്ക് അമ്പലക്കാർക്ക് പ്രശ്നമാവും. അത് ബുദ്ധിമുട്ടുണ്ടാക്കരുത് നമ്മൾ. അതുകൊണ്ട് ഊട്ടുപുരയിൽ ഒരു 4-5 പേര് അത്രയേ ഉള്ളൂ, പ്രോട്ടോകോൾസ് ലംഘിക്കാതെ. അപ്പോൾ ഇറങ്ങുകയാണ്. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം. ക്ഷമാപ്രാർത്ഥന ചൊല്ലിയില്ല, അത് ചൊല്ലിയിട്ട് പോവാം. ഓം അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം സുരേശ്വരി. യത് പൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു മേ. അപരാധശതം കൃത്വാ ജഗദംബേതി ചോച്ഛരേത് യാം ഗതിം സമവാപ്നോതി നതാം ബ്രഹ്മാദയഃ സുരാഃ. സാപരാധോസ്മി ശരണം പ്രാപ്തസ്ത്വാം ജഗദംബികേ. ഇദാനീമനുകമ്പ്യോഹം യഥേച്ഛസി തഥാ കുരു. അജ്ഞാനാദ്വിസ്മൃതേർഭ്രാന്ത്യ യന്യൂനമധികം കൃതം തൽസർവം ക്ഷമ്യതാം ദേവി പ്രസീദ പരമേശ്വരി. കാമേശ്വരി ജഗന്മാതഃ സച്ചിദാനന്ദ വിഗ്രഹേ ഗൃഹാണാർച്ചാമി മാം പ്രീത്യ പ്രസീദ പരമേശ്വരി. ഗുഹ്യാദിഗുഹ്യഗോപ്ത്രീത്വം ഗൃഹാണാസ്മത്കൃതം ജപം സിദ്ധിർഭവതു മേ ദേവി ത്വൽപ്രസാദാത് സുരേശ്വരി. ഓം ശ്രീ ദുർഗാർപ്പണമസ്തു. ഓം നമശ്ചണ്ഡികായൈ. ഓം ശ്രീ ജഗദംബാർപ്പണമസ്തു. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ കാണാം വീണ്ടും. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.